ഒരു പേടിത്തൊണ്ടൻ എന്നിട്ട് വെട്ടി വിഴുകുക. പിന്നെ ഞാൻ എന്നാ വേണം? അനുഭവിച്ചോട്ടെ, ഞാൻ ഇല്ല എന്റെ ഇടയില്. പാരമ്പര്യ സൂക്കേടാന്നാ എല്ലാരും പറയുന്നേ. ഇയാളുടെ വക ഇനി എന്താണാവോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ? അങ്ങേരതൊന്നും അറിഞ്ഞില്ലയോ? അമ്മയെ പേടിച്ചിട്ടാവും വരാത്തത്. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യണ്ടായിരുന്നു ഞാൻ. നാട്ടുകാരെ പേടിച്ച രാജിവെച്ചത്. അച്ഛന്റെ കാര്യം നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി അവന്റെ ജോലി പോവൂടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛൻ പോയി സിതാരച്ചോട് ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നെ സംസാരിക്കാനാ? അതൊന്നും ശരിയാകില്ല. അച്ഛൻ ഫുഡ് കഴിക്കും. ഞാൻ കഴിച്ചാ? നീ പോയി കിടന്നോ, പോയി കിടന്നോ. കുറെ നേരം ആയല്ലോ അത്. കെട്ടേച്ചേക്കുമല്ലേ, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാനൊക്കില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്കും. വിവേകേട്ടൻ മര്യാദയ്ക്ക് എടുക്ക്, ഇല്ലെങ്കിൽ വായ കൂടി ഞാൻ മൂടി കെട്ടും. പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ. അതെ, ലേഹ്യം എല്ലാം കഴിക്കണോ? ചോറിനോ? റമ്മില് കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ കസർത്തൊന്നും നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അപ്പൊ പേടിയുണ്ടല്ലേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ സിമ്പിളാ. തന്റെ എല്ലാവിധ വിളച്ചിലുകളും ഇതോടെ നിർത്തണം. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ. നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം. ഇവർക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന വരെ. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയ വിശ്വാസ് ഇവിടെ പറഞ്ഞുവിടാൻ. മര്യാദക്ക് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. വേണ്ട, എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ച് തരാൻ അറിയണ്ടല്ല, ഈ പാവങ്ങളെ ഓർത്തിട്ടാ. സാറേ, വിവേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് ഇവിടെ എന്നതായിരുന്നു പണി? മേടിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പണിയുണ്ടാക്കല്ലേ കേട്ടോ. മാഡം നിന്നേ. കടിഞ്ചായ. അല്ലോ അച്ഛേ, ഇപ്പൊ അകത്ത് എന്തുവാ നടക്കുന്നേ? അയാള് ജീവനോട് തന്നെ ഉണ്ടോ? ചേച്ചി ഞാനോ അതൊന്നും വേണ്ട, നീ പൊക്കെ. മാഡം, ഈ കഥ കാര്യം ചോട്ടി പൊളിക്കാൻ നോക്കണം. ഓ കൂട്ടിപ്പം. പിന്നെ മറ്റേ കൊച്ചിനോട് സയനൈഡിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുതെന്ന് പറയണം. പുള്ളിക്കാരന് 2 അറ്റാക്ക് കഴിഞ്ഞതാ. അതുകൂടെ തലയിലാവേ ചേച്ചി. ഇന്നാ സാറേ ചായ. മെഡിസിൻ കൊച്ചുകൊണ്ട് തന്നു. എന്നായി കാര്യങ്ങള്? പോലീസും പട്ടാളൊക്കെ ഉണ്ടല്ലോ. പട്ടാളം ഇല്ല. ഇയാളാരാ? വേണ്ടപ്പെട്ട ആളാ സാറേ, വിവേകേട്ടന്റെ അച്ഛന്റെ അർത്ഥ. അങ്ങോട്ട് മാറി. മോട എന്നോട് വേണ്ട സാറേ, എന്നാണ്? ഞാൻ മാറിയുന്നുള്ളൂ.